അംബേദ്കർ പാർലമെൻ്ററി രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന മുസ്ലിം ലീഗാണ്. സണ്ണിയുടെ കാര്യത്തിൽ ഈ ചരിത്രം വേണമെങ്കിൽ ലീഗിന് ഓർക്കാം. പിന്നോക്ക കീഴാള രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യം, അവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം അത്ര എളുപ്പം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നൊരു കാര്യമല്ല. കോൺഗ്രസിൻ്റെ ചുമലിൽ ചാരി നിന്ന് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സഹായത്താൽ കോൺഗ്രസിൻ്റെ മടിയിലിരുന്ന് എളുപ്പത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും തങ്ങളുടെ രാഷ്ട്രീയം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് മൗഢ്യമാണ്. തങ്ങളുടേതായ പോരാട്ടം തന്നെ നടത്തേണ്ടി വരും, തങ്ങളുടേതായ അധ്വാനം തന്നെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ഇവർക്ക് ഈ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ സണ്ണി ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാണ്, വൈക്കത്ത് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാണ്, വൈക്കത്ത് എങ്ങനെയാണ് ഇവൻ സ്ഥാനാർത്ഥിയാകുക എന്ന് ഭയപ്പെടുന്ന ആളുകളുണ്ട്. വൈക്കം മഹാദേവ ക്ഷേത്രം നിൽക്കുന്ന അവിടെ സണ്ണിയെപ്പോലെ ഒരാൾ, ഈ പറയുന്ന സനാതന ഹിന്ദു വിമർശനം നടത്തുന്ന ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയാൽ പ്രശ്നമാവും കേട്ടോ എന്ന് പറയുന്ന ആളുകൾ കോൺഗ്രസ്സിനകത്തുണ്ട്. അപ്പോൾ അത്തരം ഭീഷണികളെ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ ഇച്ഛാപൂർവ്വം നേരിടാനുള്ള ശേഷി കോൺഗ്രസ്സിനില്ല. അതുകൊണ്ട് ആ കോൺഗ്രസ്സിൽ ചാരി നിന്നുകൊണ്ട് ഈ പിന്നോക്ക കീഴാള രാഷ്ട്രീയം വിജയിപ്പിച്ചു കളയാം എന്നാരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് മൗഢ്യമാണെന്നുള്ളതാണ്. അപ്പം സ്വാഭാവികമായിട്ടും സണ്ണി മാറ്റി നിർത്തപ്പെടും. ഞാൻ പറയാം, സണ്ണിയെ ഉൾക്കൊള്ളാനുള്ള ശേഷി, സണ്ണിയെ ഒപ്പം കൂട്ടാനുള്ള അതിനുള്ള കരുത്ത് കോൺഗ്രസ് ഇനിയും നേടിയിട്ടില്ലെന്നാണ്. അപ്പോൾ അതിൻ്റെ നഷ്ടം കോൺഗ്രസ്സിനുണ്ടാവും. കോൺഗ്രസിൻ്റെ വികാസ സാധ്യതയെ കോൺഗ്രസ് തന്നെ റദ്ദ് ചെയ്യുകയാണ് ചെയ്തത്. ഇനിയുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത്, ഇപ്പോൾ മുസ്ലിം ലീഗ് 2 സീറ്റുകൾ പ്രഖ്യാപിച്ചിട്ടില്ല, ചെങ്ങന്നൂരും ചേലക്കരയും ഉണ്ട്. ഇതിലൊരു ചരിത്രപരമായ ഒരു മുൻ അനുഭവമുണ്ട്. 1946 അംബേദ്കറെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ബോംബെയിൽ നിന്ന് തോൽപ്പിച്ച് കളഞ്ഞു. അംബേദ്കറെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ എത്തിച്ചത് ആരാണെന്നറിയോ? മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് ബംഗാളിൽ കൊണ്ടുപോയി മത്സരിപ്പിച്ചിട്ടാണ് അംബേദ്കറെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ എത്തിക്കുന്നത്. അത് മുസ്ലിം ലീഗിൻ്റെ ഇന്ത്യയിലെ മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിലെ ഒരു വെള്ളി രേഖയാണ്. അംബേദ്കർ പാർലമെൻ്ററി രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന മുസ്ലിം ലീഗാണ്. സണ്ണിയുടെ കാര്യത്തിൽ ഈ ചരിത്രം വേണമെങ്കിൽ ലീഗിന് ഓർക്കാം.